എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചെറിയൊരു ഹോബിയായിരുന്നു ഈ ജാതകം നോക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ജാതകം എന്ന് പറഞ്ഞാൽ ഒരു 16 ഘട്ടമുണ്ട്. അതിലെന്തൊക്കെയോ സാപു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ എനിക്കും ഒന്നും ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കി എന്താണ് ഈ ജാതകം എന്നുള്ളത്. അപ്പോൾ ജാതകം എന്നുള്ളത് ഒരു റെക്കോർഡാണ്. നമ്മൾ ജനിച്ചതിൻ്റെ റെക്കോർഡ് തന്നെയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി. ജാതകത്തിനെ പറ്റി മനസ്സിലാക്കി. പിന്നെ പതുക്കെ ജാതകത്തിൻ്റെ ബേസിക്സ്, അടിസ്ഥാന പാഠമൊക്കെ പഠിച്ചു. അതിനുശേഷം ജാതകം വിശകലനം ചെയ്യാനും പതുക്കെ പഠിച്ചു. പക്ഷേ എന്തായാലും എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടായ മനീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഈ ജാതകം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ബാലപാഠം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ബാലപാഠമല്ലേ. അതായത് എഴുതുന്ന വിധം എങ്ങനെയെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം വിശകലനം ചെയ്യുക എന്നുള്ളത് ഇതിനെപ്പറ്റി പഠിച്ചവരുടെ ഒരു കർമ്മമാണ്. കാരണം വിശകലനം ആർക്കും ചെയ്യാൻ അങ്ങനെ സാധിക്കില്ല. പറയാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരു ഡോക്ടറുടെ കൂടെ പണിയെടുത്ത ആൾക്ക്, കുറേ കാലം പണിയെടുത്ത ആൾക്ക് വേണമെങ്കിൽ ഒരു രോഗത്തിന് ചികിത്സിക്കാനും പറ്റുമായിരിക്കാം. കാരണം ഡോക്ടറെ ചികിത്സിച്ച് കണ്ട് അയാൾക്ക് ചിലപ്പോൾ ആ രോഗത്തെ ചികിത്സിക്കാനും പറ്റുമായിരിക്കും. പക്ഷേ അയാൾ ഡോക്ടറാവില്ലല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് അവരുടെ ധാരാളം രോഗികളെ കണ്ടിട്ട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടൊക്കെയാണ് അവർ രോഗികളൊക്കെ ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജാതകം നോക്കുന്ന ജ്യോതിഷികളും. ധാരാളം ജാതകം നോക്കിയിട്ട് ആ ജാതകത്തിൻ്റെ ഫലങ്ങളൊക്കെ പ്രവചിച്ചിട്ട് അതിനെ കണ്ടു പഠിച്ചിട്ടാണ് അവരൊക്കെ ഓരോ കാര്യങ്ങളും ജാതകത്തെ വിശകലനം ചെയ്ത് പറയുന്നത്. ഓരോരുത്തരും ഓരോ മാതിരി ആയിരിക്കും വിശകലനം ചെയ്യുക. എന്നാൽ അടിസ്ഥാനപരമായ തത്വം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ആരായാലും ശരി, ആര് വിശകലനം ചെയ്താലും അടിസ്ഥാനപരമായി ജാതകത്തിൽ പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കും പറയുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ജാതകം വിശകലനം ചെയ്തിട്ട് ജാതകത്തിൻ്റെ ഫലം പറഞ്ഞിട്ട് അത് ഒരു ധനസമ്പാദന മാർഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഒരു പഴയ ജ്യോതിഷ വിദ്വാൻമാർ പറയുന്നത്. ധനസമ്പാദന മാർഗമായിട്ട് ജാതക വിശകലനത്തെ ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ധാരാളം പേര് ജാതക വിശകലനം തന്നെ ഒരു ധനാഗമ മാർഗമായിട്ട് പ്രൊഫഷണലായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ ജാതകം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജ്യോതിഷപരമായ അടിസ്ഥാന വിവരങ്ങൾ ക്രോഡീകരിക്കുന്ന ഒന്നാണ്. ഒരാളുടെ ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം കണക്കാക്കിയാണ് ആ വ്യക്തിയുടെ ജാതകം തയ്യാറാക്കുന്നത്. ഭാരതീയ ജ്യോതിഷം അനുസരിച്ച് ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളെയും അവയിൽ നിന്ന് വരുന്ന റേസ് നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ മനുഷ്യൻ്റെ ജാതകവും പല വിധത്തിലായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജാതകം പല വിധത്തില്ല. ഓരോ മനുഷ്യനും, കാരണം ഒരു ട്വിൻസ് ആയാൽ പോലും, ഇരട്ടക്കുട്ടികളായാൽ പോലും രണ്ടുപേർക്കും രണ്ട് ജാതകമായിരിക്കും. ജനനസമയം അനുസരിച്ചുള്ള ഗ്രഹങ്ങളുടെ നിലയിലും മാറ്റം വരും. ഒരു വ്യക്തിയുടെ ജാതകം ഗണിക്കുവാനായി വേണ്ടത് ആ വ്യക്തിയുടെ ജനന തീയതി, ജനന സമയമേഖല അല്ലെങ്കിൽ ജനന സ്ഥലം എന്നിവയാണ്. അപ്പോൾ ഒരു ജാതകം നോക്കിയാൽ നമുക്ക് ഒരാളുടെ ജനന സ്ഥലം പറയാൻ പറ്റണം, ഒരാളുടെ ജനന സമയം പറയാൻ പറ്റണം, ജനന സ്ഥലം പറയാൻ പറ്റണം, ജനിച്ച വർഷം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും അയാളുടെ വയസ്സെങ്കിലും ഒരു ഊഹിച്ച് പറയാൻ പറ്റണം ഒരു ജാതകം ശരിക്ക് ഗണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ജാതകത്തിൽ നിന്നും ഇതൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ജാതകം എന്നുള്ളത് വെറും 16 ഘട്ടം മാത്രമല്ല. ജാതകം വന്നിട്ട് നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു 16 ഘട്ടം വരച്ചിട്ട്, സമചതുരാകൃതിയിലുള്ള ഒരു ഘട്ടം വരച്ചിട്ട് അതിനെ 16 സമചതുരങ്ങളായിട്ട് ഭാഗിക്കുക. ഒരു വലിയൊരു ഘട്ടം വരച്ചിട്ട് അതിന് 16 സമചതുരം വരച്ചിട്ട് അതിനെ 16 ഘട്ടങ്ങളായിട്ട് ഭാഗിച്ചിട്ട് നടുവിലുള്ള 4 ഘട്ടങ്ങളെ എടുത്തു കളഞ്ഞാൽ മിച്ചമുള്ള 12 ഘട്ടങ്ങളുണ്ടല്ലോ, അതിലാണ് നമ്മൾ ജാതകം കുറിക്കുന്നത്. ഒരു സമചതുരാകൃതിയിലുള്ള ഒരു
രൂപം സമചതുരാകൃതിയിലുള്ളൊരു പടം സങ്കല്പിക്കുക. പടത്തിൽ ആ സമചതുരാകൃതിയിലുള്ള ഘട്ടത്തിന് 16 സമചതുരാകൃതിയിലുള്ള ഘട്ടങ്ങളായിട്ട് വിഭജിക്കുക. എന്നിട്ട് നടുവിലുള്ള 4 ഘട്ടങ്ങളെ മായ്ച്ചു കളയുക. അപ്പം മിച്ചമുള്ള 12 ഘട്ടങ്ങളാണ് നമ്മൾ ജാതകമായിട്ട് പറയുന്നത്. ഇതിന് സാധാരണഗതിയിൽ ഉത്തരേന്ത്യക്കാർ ഒരു വൃത്താകൃതിയിലാണ് ജാതകം അവർ എഴുതുന്നത്. നമ്മൾ ചതുരാകൃതിയിൽ എഴുതും. രണ്ടും ഒന്ന് തന്നെയാണ്. വൃത്താകൃതിയിലും ചതുരാകൃതിയിലും ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ വൃത്താകൃതിയിലാണ് ജാതകം വരേണ്ടത്. അല്ല, നമ്മൾ ആകാശത്ത് നമ്മൾ ബാൽക്കണിയിൽ പോയി കിടക്കുമ്പോൾ ആകാശത്ത് കാണുന്നത് എന്താണ്? ഒരു വലിയൊരു വൃത്തമാണ്. ആ വൃത്തത്തിൽ 360 ഡിഗ്രിയുള്ള വൃത്തമാണ്. ആ വൃത്തത്തിലുള്ള പല വിധത്തിലുള്ള ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുന്നു, നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രതിനിധാനമാണ് നമ്മുടെ ഹോറോസ്കോപ്പ് എന്ന് പറയുന്ന ജാതകം. അപ്പോൾ ജാതകം വൃത്താകൃതിയിലുള്ളതാണ്, നമ്മളതിനെ സമചതുരാകൃതിയിലാക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ജാതകം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം.